ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. നമ്മുടെ എസ്റ്റേറ്റിലേക്കും നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കും തന്നെയാ. അതിനെ ഒരു ട്രിപ്പായിട്ട് കണക്കാക്കണ്ട. നാളെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് വരുണാണല്ലോ. അവിടെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയുകയും ചെയ്യും. ആ, അത് അമ്മ പറഞ്ഞതാ കാര്യം. ഇതൊരു ട്രിപ്പായിട്ടൊന്നും കാണണ്ട. അച്ഛൻ എന്തായാലും ബിസിനസ് കാര്യത്തിന് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് പോയി അത് അന്വേഷിച്ചിട്ട് വാ. രണ്ടോ മൂന്നോ ദിവസം അവിടെ തങ്ങിക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താമേ? ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പൊക്കോളാം. ആ, അതിനിങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. പ്രിയമോളുമായിട്ട് ഒരു കാരണവശാലും ഒരു യാത്രയ്ക്ക് നീ ഒരുക്കമല്ലെന്നാണോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? ചില കാര്യങ്ങൾ മക്കളുടെ തീരുമാനത്തിന് കാരണവന്മാർ വിട്ടുതരും. ചില കാര്യങ്ങളിൽ കാരണവന്മാരുടെ തീരുമാനം മക്കളനുസരിക്കുകയും വേണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണ്ട. നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായിക്കോളൂ. മോളെ, വരുണിന്റെ കൂടെ പുറത്തൊരു യാത്രയ്ക്ക് പോകാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ. പത്മിനി, ഇവരുടെ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യും. ആ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ അതൊന്ന് വിളിച്ചു പറയാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കുറെ നാളായി നമ്മൾ ആരെങ്കിലും അവിടെ ഒന്ന് തങ്ങിയിട്ട്. സൗകര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. ആ, പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വല്ല പർച്ചേസും ഉണ്ടോ? ആ, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ഉള്ളതൊക്കെ എടുത്ത് ഞാൻ പൊയ്ക്കോളാം. മോള് പോയി സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. കൽപ്പന പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ടല്ലേ അമ്മേ? എന്തോ പൊരുത്തക്കേട് അവർക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു യാത്ര കഴിഞ്ഞു വരട്ടെ. അപ്പൊ പിന്നെ അവര് തമ്മില് ഒരകഴ്ചയും കാണില്ലേ, അല്ലേ പത്മിനി? എല്ലാ പ്രതീക്ഷയും അവനിലാണ്. അവന്റെ മനസ്സ് നന്നായിരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യമാണ്. അയാളില്ലേ, ആ ജീവ, അത്രയും ഗൗരവമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണ്ടായി. തൊഴിലഭിനയമാണ്, പക്ഷേ സത്യത്തില് അഭിനയിക്കാൻ പോയി സമ്പാദിക്കേണ്ട ആവശ്യമൊന്നും അയാൾക്കില്ല. ഭാരിച്ച കുടുംബസ്വത്തുണ്ട്. അമ്മ അയാളും മാത്രമേ ഉള്ളൂ. ഈ സിനിമാക്കാരെ കുറിച്ച് കേൾക്കാറുള്ള മോശം ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇയാളെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. കൂടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. കുടുംബത്തെക്കുറിച്ചും അതെ. വീണ്ടും ഒരു വലിയ കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം അല്ലേ? ഒരു കണക്കിന് അത് ഭാഗ്യമല്ലേ യശോദേ? കണിമംഗലത്തുകാർ പ്രിയങ്ക ചോദിച്ചു വന്നപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതി. ജീവയുടെ കുടുംബം കണിമംഗലത്തിനൊപ്പോ അതിൻ്റെ മേലെയോ നിൽക്കുന്നവരാണ്. ഒന്നുമില്ലായ്മക്കാരായ നമ്മുടെ മുന്നിൽ നമ്മുടെ പെൺകുട്ടികളെ അന്വേഷിച്ച് ഇത്തരക്കാർ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സമ്മാനം തന്നെയല്ലേ? ഒക്കെ ശരിയാ. പ്രിയങ്കമോളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോ കൊക്കിൽ ഒതുങ്ങാത്തതാ കൊത്തിയതെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നതും ദേവേട്ടൻ തന്നെയാ. എടോ, സങ്കടങ്ങൾ വരുമ്പോ എന്നെ അങ്ങ് വിളിച്ചോ ദൈവമേ എന്ന് എല്ലാ മനുഷ്യരും പറയും. അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും ആഗ്രഹമില്ലെന്നാണോ? അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമല്ലേ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ ചെറുപ്പക്കാരന് രാധിയെ വലിയ ഇഷ്ടമാണ്. എത്രയോ പേരെ അയാൾ കണ്ടിരിക്കുന്നു, എത്രയോ പേരുമായിട്ട് അയാൾ ഇടപഴകുന്നു. എന്നിട്ടും എന്തോ ഒരു പ്രത്യേകത അയാൾക്ക് തോന്നി. അത് മാത്രമല്ല,
പ്രിയങ്ക ഇത്രയും വലിയൊരു സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ അതിലൊട്ടും കുറയാത്തൊരിടം രാധയ്ക്കും കിട്ടുകയല്ലേ? അവളുടെ മനസ്സിന് ഒരു നോവും ഉണ്ടാവില്ലല്ലോ. അമ്മ അറിയുമ്പോ ഇനി എന്ത് പറയൂ എന്തോ. രാധികയ്ക്ക് ഒരു നല്ല കാര്യം വരുന്നത് അമ്മ സഹിക്കില്ല. അക്കാര്യത്തിൽ താൻ പേടിക്കണ്ട. രാധിക മോളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ അമ്മ ഒരു അഭിപ്രായം പറയാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് അവളുടെ ജീവിതത്തിൽ നടക്കുക. മോളോടും പറഞ്ഞില്ല. ഇപ്പൊ പറയണ്ട. ഒരു വിവാഹാലോചനയായിട്ട് ആരെങ്കിലും വരുന്നു എന്ന് കരുതിക്കോട്ടെ. കൺമുമ്പിൽ അയാളെ കാണുമ്പോൾ അവള് നിഷേധമൊന്നും പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് പേടിയുണ്ട്. എന്തിന്? രാധിക മോളെക്കുറിച്ച് അകാരണമായൊരു പേടി കുറച്ചു നാളായിട്ട് തന്റെ മനസ്സിലുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, പലപ്പോഴും രാധിക മോളുടെ കാര്യം സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസക്കുറവ് തന്റെ മുഖത്തുണ്ട്. എന്താണോ കാര്യം? ഒന്നുമില്ല ദേവേട്ട. നമ്മളെ വിട്ടു പോകാൻ അവൾക്ക് മടിയാണല്ലോ. കാര്യം വല്ലതും പറഞ്ഞ്. ഇതാണോ കാര്യം? മോളെയൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നാളെ രാവിലെ തന്നെ അവർ വരും. അതിനു മുമ്പ് അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. അല്ല, അത് ഞാൻ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അമ്മ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ആ, ഭഗവാൻ എല്ലാം നടത്തി തരുന്നേ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേന്ന് മോളെന്താ ചോദിക്കാത്തെ? എന്തിനാ ചോദിക്കുന്നെ? കഴിഞ്ഞ ദിവസത്തെ പോലെ ഏതേലും ഒരു വയസ്സൻ വരുന്നുണ്ടാവും മുത്തശ്ശി പറഞ്ഞിട്ട്. അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനല്ലേ? അങ്ങനെ ഒരു വയസ്സൻ ഇനി വരാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നെ നടതള്ളാൻ തീരുമാനിച്ചതല്ലേ. അതിപ്പോ ആരുടെ കൂടെ ആയാലെന്താ? അങ്ങനെയൊന്നുമില്ല കുട്ടി. വിവാഹത്തിന് തിടുക്കം കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് നിനക്കും അറിയാം. ഉള്ളിലെ തീയ. നിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായാൽ പ്രിയങ്കമോളുടെ ജീവിതം അതോടെ ഇല്ലാതാവും. നമ്മുടെ കുടുംബവും. യശോദേ, എന്തായി? ഇന്നും ഏതെങ്കിലും വയസ്സനാണോ വരുന്നതെന്നാ ഇവള് ചോദിക്കുന്നു. അതങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ. ഇന്ന് വരുന്ന ആളെ കാണുമ്പോ മോള് ഞെട്ടു. മോക്ക് ഇതിനേക്കാൾ ചേർന്നൊരു ബന്ധം വരാനില്ല. മോളെ, പെൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോ കുറെ നാള് അവള് കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കാനും ലാളിക്കാനായിരിക്കും അച്ഛനമ്മമാരുടെ താല്പര്യം. പക്ഷെ അല്പം കൂടി കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആദ്യം അങ്ങ് കയറും. അതെപ്പോഴാ അവസാനിക്കുക? കതിർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ കയ്യെ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോഴാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. പ്രിയങ്കയെ സുരക്ഷിതമായ ഒരാളെ ഏൽപ്പിച്ചതുപോലെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നോക്കി അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ഇരിക്കാം. അച്ഛൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? എന്താ ദേവ ഒരു ഉപദേശമൊക്കെ? ഇവള് വല്ല ബുദ്ധിമുട്ടും പറഞ്ഞോ? ഇല്ല അമ്മേ, ഉപദേശമൊന്നുമല്ല. ഞാൻ മോളോട് ചില കാര്യങ്ങളൊക്കെ പറയായിരുന്നു. വരുന്നവര് കൊള്ളാവുന്ന കുടുംബക്കാരാ. കഴിഞ്ഞ ദിവസം എന്തോ സംഭവിച്ചു പോയിന്ന് കരുതിയിട്ട് അവരോട് മര്യാദയില്ലാതെ പെരുമാറരുതെന്ന് പറഞ്ഞു കൊടുത്തേക്കും. അമ്മേ, ഈ ഒരു അവസ്ഥയിലെങ്കിലും അമ്മയ്ക്ക് ഇവളെ കുറ്റപ്പെടുത്താതിരുന്നൂടെ? ഇത് കുടുംബത്തിലെ ഒരു നല്ല കാര്യമായിട്ട്
അമ്മയ്ക്ക് കാണാലോ. ഓ നല്ല കാര്യം. ആ ഇറക്കി വിടാനാണെന്ന് ആലോചിക്കുമ്പോ അങ്ങനെയും കരുതാം. മോളെ, മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ മോക്ക് വിഷമം തോന്നണ്ട. എന്തോ മുത്തശ്ശിയുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുക. ആയിക്കോട്ടെ, അച്ഛനും അമ്മയും മോളുടെ കൂടെ ഉണ്ടല്ലോ. എന്നാലും ദേവേട്ടൻ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. വരുന്നവര് അമ്മയുടെ മുഷിഞ്ഞ മുഖം കാണണ്ട. ഞാനിന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മതി അമ്മേ, അധികം ഒന്നും ഒരുക്കേണ്ട ആവശ്യമില്ല. എന്റെ ഒരു തൃപ്തിക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും എന്റെ മോള് സുന്ദരിയാ. അല്ല എടാ, അവർക്ക് പറയാൻ നമ്മളും ചെല്ലുന്നുണ്ടെന്ന് നീ വരുണോട് പറഞ്ഞോ? പറയണ്ടെന്നല്ലേ പറഞ്ഞേ? പറയണോ? അല്ല, ഏതു നേരവും നീ വരുണിന്റെ പിന്നാലെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഞാൻ കുറെ കാലമായിട്ട് ഇവിടുത്തെ ചോറ് തിന്നോണ്ടിരിക്കുകയല്ലേ. ആരൊക്കെ പറയുന്നത് അനുസരിക്കണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. മതി മതി, നീ കിടന്ന് ചാടണ്ട. ആ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, എല്ലാവരും റെഡിയല്ലേ? ഒരു മാറ്റവും സൂര്യ ഞാൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അവസാനത്തെ യാത്രയല്ലേ. വാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഓ സന്തോഷമായിട്ട് പോയിട്ട് വാ മോളെ പ്രിയങ്കേ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു വിടുന്നത്. സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. നമ്മുടെ മുമ്പിലുള്ള സന്തോഷങ്ങൾ തെരഞ്ഞു പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നല്ല മനസ്സോടെ സമീപിച്ചാൽ എല്ലാം സന്തോഷമാവുകയുള്ളൂ. എടാ, പ്രിയങ്ക മോളെ നല്ലവണ്ണം നോക്കിക്കോണം. കൃത്യമായിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം. അക്കാര്യത്തിൽ എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരാം. എടാ, ഞങ്ങളെ ഇറങ്ങി വെക്കുക. ശരിയടാ, ഇറങ്ങിക്കോ, നേരം കളയണ്ട. ഇറങ്ങുവാ മുത്തശ്ശി. ആ പോട്ടെ. ശരി. അല്ല, നമ്മൾ എപ്പോഴാ പുറപ്പെടുന്നേ? തിടുക്കം വേണ്ട, അവര് കുറച്ചു ദൂരം പോട്ടെ, എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ടാ മതി. പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് തന്നെ രണ്ടുപേരും എത്തിയാ മതിയായിരുന്നു. അതൊക്കെ അവരെത്തിക്കോളും. ഈ യാത്രയോടെ കൽപ്പനയുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കിട്ടും. അത് മതി. ഈ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം നടന്നാ മതി. കമ്പനിയിലെ ചില ക്ലയൻസിന്റെ കാര്യങ്ങളുമായി എനിക്കും ചന്ദ്രശേഖരനും പോകേണ്ടതുണ്ട്. 1-2 ദിവസം കൂടി എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ നോക്കാം. ഉർവശി എവിടെ? ചെറിയമ്മ റെഡി ആയിക്കൊണ്ടിരിക്കാം. അങ്ങനെ അവരെ പരീക്ഷിക്കാനാണെങ്കിലും നമുക്കൊരു യാത്രയായി. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണെങ്കിൽ 2-3 ദിവസമല്ല, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നാ മതി. അതെ മുത്തശ്ശി, യാത്ര ആദ്യം തീരുമാനിച്ചപ്പോ
അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഇപ്പൊ എന്തോ വല്ലാത്തൊരു ഉത്സാഹം. താങ്ക്സ് കൽപ്പന ഈ തീരുമാനത്തിന്. അമ്മയെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ദേ അവരിപ്പോ വരും. ആര് വന്നാലും എനിക്കെന്താ? എന്നോട് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയരുതെന്ന് പറഞ്ഞിരിക്കല്ലേ? അതെന്തുകൊണ്ടാ പറഞ്ഞെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? രാധികയുടെ കാര്യമാവുമ്പോ അമ്മ നല്ല രീതിയിൽ സംസാരിക്കില്ല എന്ന് ദേവേട്ടൻ അറിയാം. അതുകൊണ്ടാ. ശരി, സമ്മതിച്ചു. ഞാൻ ഈ മുറി വിട്ട് പുറത്തിറങ്ങുന്നില്ല. അപ്പൊ തീർന്നില്ലേ പ്രശ്നം? അപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. വരുന്നവർ അമ്മയെ അന്വേഷിക്കില്ലേ? അമ്മ മുറി അടച്ചിരിക്കുന്നതിന്റെ കാരണം ചോദിക്കില്ലേ? അപ്പൊ മറുപടി എന്താ പറയണ്ടേ? എല്ലാം കൂടി എന്നോട് ചോദിച്ചിട്ട് എന്തിനാ? അമ്മേ, രാധികയ്ക്ക് വന്നിരിക്കുന്ന ബന്ധം ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷേ ഇത് നടക്കേണ്ടത് അത്യാവശ്യമാണ്. രാധിക മോളുടെ വിവാഹം നടന്നാല് വരുണിന്റെ മനസ്സിലെ എല്ലാ ചിന്തകളും പോവും. അല്ലെങ്കിൽ പ്രിയങ്ക മോളുടെ ജീവിതം വെച്ചാ നമ്മൾ കളിക്കുന്നത്. രാധികയെ എത്ര വെറുക്കുന്നുണ്ടോ അത്ര തന്നെ അമ്മ പ്രിയങ്കയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൾക്ക് വേണ്ടിയെങ്കിലും അമ്മ ഈ കാര്യത്തിൽ നേരെ ചൊവ്വ ഇടപെടണം. എന്തെങ്കിലും ആവട്ടെ. അല്ലെങ്കിൽ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ആ സിനിമാക്കാരുടെ ഒപ്പം തുള്ളി നടക്കുമ്പോ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചോണ്ട് വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് 3 മാസം കഴിയുമ്പോ അവര് വലിച്ചെറിയുന്നത്. അതുപോലെ ആയിരിക്കും എന്തോ. ആ പയ്യനെ കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായമൊന്നും ഇല്ല. എന്തിനാ അവൻ മോശമാകുന്നത്? ഇവള് കൂടെ ചെന്നാല് ഒരാള് മോശമാകാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. മതിയമ്മേ, ഇനി അവളെ കൂടുതലൊന്നും പറയണ്ട. യശോദേ, അവര് വന്നു കേട്ടോ. അമ്മ വാ. വാ അമ്മേ, വാ. നമസ്കാരം. വരൂ വരൂ. അങ്ങോട്ടേക്ക്. ഇതെന്റെ ഭാര്യ യശോദ. ഇതമ്മ. ജീവ പറഞ്ഞ് എനിക്ക് എല്ലാരെ കുറിച്ചും വിശദമായിട്ട് അറിയാം. ഇവന്റെ വിവാഹകാര്യം സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അപ്പോഴൊക്കെ ഇവന്റെ കരിയറിനെ കുറിച്ച് പറയും. അവിടെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ എത്തിയിട്ട് മതി വിവാഹം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തിൽ എന്താണെന്നറിയില്ല. പെട്ടെന്നൊരു ദിവസം വന്ന് എന്നോട് ഈ കാര്യം അവതരിപ്പിച്ചു. ഞാൻ കരുതിയത് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ. അപ്പോഴാ പറയുന്നേ ഇവനെ താല്പര്യപ്പെട്ടിട്ടുള്ളൂ. പെൺകുട്ടി ഇപ്പോഴും അങ്ങനെയൊന്നും ഇവനെ കണ്ടിട്ടില്ലെന്ന്. മോള് വളരെ അച്ചടക്കത്തോടെയാണ് വളർന്നത്. പ്രണയം ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുഞ്ഞുനാൾ മുതൽക്കേ ഞങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് അവള് പ്രാധാന്യം കൊടുക്കുന്നു. അല്ല, അമ്മ എന്താ ഒന്നും പറയാത്തെ? ഞാനിതിൽ വിശേഷിച്ച് എന്തു പറയാനാ? സംഗതി നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ നല്ലതാ. പക്ഷെ ഈ അയൽപ്പക്കത്തുകാരുടെ ചില ചോദ്യങ്ങളുണ്ടല്ലോ. സിനിമാക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരെക്കുറിച്ച് നല്ലതൊന്നും കേൾക്കാറില്ലല്ലോ. അങ്ങനെയൊക്കെ. ഈ സംശയം അയൽപക്കക്കാർക്കല്ല തോന്നുന്നേ, മുത്തശ്ശിക്ക് തന്നെ തോന്നുന്നേ. അല്ലേ മുത്തശ്ശി?
എന്റെ മുത്തശ്ശി, സിനിമയെ ഞാനൊരു പാഷനായിട്ട് കണ്ടു. സിനിമയിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ പേരില് എന്റെ വ്യക്തിത്വത്തിനോ എന്റെ കുടുംബത്തിനോ യാതൊന്നും സംഭവിച്ചുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ ചൂട് നടക്കുമ്പോഴും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളാ എന്റെ മനസ്സിലുള്ളത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് അമ്മയോടെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെക്കുറിച്ച് തെറ്റായിട്ട് ഒരിക്കലും ഒന്നും കേൾക്കില്ലാന്ന്. അത് ഇത്രയും നാൾ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പോയി അങ്ങനെ തന്നെ ആയിരിക്കും.